ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടനെ കണ്ടായിരുന്നേ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇവിടെ പീലിക്കുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോവാം നമുക്ക്. ഇതാണ് പീലിക്കുന്നിലോട്ടുള്ള എൻട്രൻസിൻ്റെ വഴി. അപ്പോൾ ഭയങ്കര ചെറിയ വഴികളാണ് കേട്ടോ ഇത്. വണ്ടി വേറെ വണ്ടി എതിരെന്ന് വന്നു കഴിഞ്ഞാൽ പോകൂല, ഒതുക്കാൻ പോലും സ്ഥലമില്ല. രണ്ട് സൈഡും കാടാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അല്ലേ. നല്ല സ്ഥലമായിരിക്കുമോ? അപ്പോൾ ഈ വഴി വരെ ഞങ്ങളെ വണ്ടി പോവുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം, ഒരു 1.5 കിലോമീറ്റർ നടക്കണമെന്നാണ് പറഞ്ഞേക്കണത്. ഇവിടം വരെ വണ്ടി പോവുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നശിഞ്ഞു പോകും. അതാണ് ഇവിടെ ഒരു സൈഡിൽ 1.5 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ നടക്കാൻ. 1.5 കിലോമീറ്റർ നടക്കണുണ്ടോ ഞങ്ങൾ? വണ്ടി നോക്കണം. ഇതിലിങ്ങനെ നടന്നു പോകണം അല്ലേ. ഇതേണ്ട വഴി ഇച്ചിരി മോശം വഴിയാണ്. കോടോർന്നുള്ളത് കൊള്ളാം. നല്ല തണുപ്പാണെന്നാ പറഞ്ഞ 365 ദിവസം. ഈ വീഡിയോയില് എല്ലാരും പറയുന്നുണ്ട് ഈ പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വ്ളോഗ് ഇട്ടവരെല്ലാരും 365 ദിവസവും ഭയങ്കര തണുപ്പാണെന്നാണ് പറയണത്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, നമുക്കിപ്പോ നോക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ചിലപ്പോ കാലാവസ്ഥ അതായിരിക്കും. മൃഗം ചാടി വരും. 365 ദിവസത്തില് ഒരു ദിവസമാണ് ഞങ്ങളിപ്പോ വന്നേക്കണ. 365 165 പറഞ്ഞു. 300 നേട്ടായിരിക്കും. അതില് എഴുതി വെച്ചിട്ടുണ്ടല്ലോ 365. അതാ ഇപ്പൊ പറയല്ലേ. ഇതുപോലെ ഇവര് പേടിപ്പിക്കല്ലേ. ഇന്നലെ കണ്ടിട്ട് തന്നെ മതിയായി. എന്ത് സാധനം അതെ പാമ്പാന്ന് വിചാരിച്ച് മേത്തേക്ക് ചാടും വിചാരിച്ചിട്ടല്ലേ. അത് അടിപൊളിയാണ്. ഇപ്പഴുണ്ട് നമ്മളിവിടെ. കിട്ടില്ല. ഇപ്പഴുണ്ട് നമ്മളിവിടെ. ഇപ്പൊ മുള്ളനെ ഒരെണ്ണുണ്ട്. പന്നി പേടിപ്പിക്കാൻ പറയാൻ പറ്റില്ല. പാമ്പ് എന്ത് മൃഗമെന്ന് പറയാൻ പറ്റില്ല. കാട വന്നാൽ മതി. ഇതിൻ്റെ അകത്തൊന്നുമല്ല പുല്ലോടി എന്ത് ചെയ്യുന്നു. ഇപ്പൊ ഒരു നേരിയതായിട്ടൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തണുപ്പ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുല്ലി ഇറങ്ങുന്നത് എന്ത് ചെയ്യും? പുല്ലി ഇറങ്ങുന്നത് എന്ത് ചെയ്യും? അവിടെ പുല്ലി ഇതിൽ കൂടി ഇറങ്ങി നിന്നെ പിടിച്ചിട്ടു അല്ല പറയാൻ. ഞാനോട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. മരണപ്രാളം കാണിക്കാതെ അത് തന്നെ പോയിരിക്കണം അല്ലേ. പക്ഷെ വിട്ടുകൊടുക്കില്ലല്ലോ. 4 പേരുണ്ടെങ്കിൽ 3 പേരും അതിനെ കൊല്ലാനും ശ്രമിക്കും. കല്ലെടുത്തിട്ട് കുഴപ്പമില്ല. കല്ലെടുത്തിട്ട് പൊള്ളിക്കാനോ അടിക്കാനോ പിന്നെ വിടൂല. അതാണ് മെയിനായിട്ട് പ്രശ്നം. അതാണ് കടിപ്പിക്കൂലല്ലോ. കഴുത്തിന് അടിച്ചാൽ പിന്നെ വിടൂല. ഒരു ആനന്റെ ഷേപ്പില്ല സാധനം. ഇങ്ങോട്ട് വാ. ഞാൻ മരത്തിൽ ആനന്റെ ഷേപ്പില്ലേ അല്ലേ? ആനന്റെ അല്ല കറക്റ്റ് ആനന്റെ നീട്ടി വെച്ചേക്കണ. ഇതുവരെ കണ്ടിട്ടില്ല.
ഇപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചോളൂ കറക്റ്റ് ഞാൻ ചോദിച്ചോളൂ എന്നോട് ആ അതത്രേ ഉള്ളൂ. ഒരാള് സാക്രിഫൈസ് ചെയ്യണോ? ആ മെറിച്ചുണ്ടാവും എടാ റൈറ്റ് അല്ലേ? എടാ ഇത് റോഡ് ക്ലോസ് ആണ്. ഇതിലാണ് പോകേണ്ടത്. അതൊക്കെ എന്താ നോക്കിട്ട് വന്നേ നമുക്ക് അത് ഞാൻ വഴി കാണിക്കൂല. ഒന്ന് വേറെ നോക്കിട്ട് വന്നേ നമുക്കപ്പോ ഇതില് തന്നെ പോവാം. അത് ശരിയാണ്. ഓ 3 പ്രാവശ്യം പറഞ്ഞതിൽ പോറുന്നതാണ്. മൊബൈലന്നേ വിളിക്കാം പുലി എങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഉണ്ട് പറഞ്ഞേക്ക് അങ്ങനെ പറഞ്ഞാൽ അയ്യോടാ ശാസേ ഒരു മിനിറ്റ് അവൻ്റെ കൊടുക്ക് വോയിസ് വരും തണുപ്പുള്ള സ്ഥലത്ത് കത്തിക്കഴിഞ്ഞിരിക്കും. ഇതാണ് പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. എത്തിയിട്ടുണ്ട്. പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്, ഈ കാണുന്നതാണ്. ഈ കുന്ന് കയറി കഴിഞ്ഞാൽ പീലിക്കുന്നായി. അപ്പൊ 365 ദിവസവും വെയിലായിരിക്കും. തണുപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സൈഡ് കാണിച്ചു കണ്ട വെയിലുള്ള സമയത്താണ് വന്നേക്കുന്നത്. കാഠിന്യം കൊണ്ടിട്ട് കത്തിയതാണ്. കാടൊക്കെ കത്തിക്കരിഞ്ഞിരിക്കണാണ്. ഇവിടെയാണ് അവര് പറഞ്ഞത് 365 ദിവസവും അല്ലേ വെയിലാന്ന്. വേറെ വഴി കാണിക്കണ്ടല്ലോ. നിങ്ങളേക്കും വിളിക്കുന്നു. കാറ് അടിയിടിക്കുന്നു പറഞ്ഞാൽ അതാണ്ടാ ഉദ്ദേശിച്ചു. അങ്ങോട്ട് പോയോക്കാം. വന്യജീവി ചാച്ചു ഇത് ഭയങ്കര സീനുണ്ടോ വഴി? ഇല്ല കാറ് പോകൂല ശരിക്കും പറഞ്ഞ. ജീപ്പായിരിക്കും. ജീപ്പ് പോവും. കറക്റ്റ് വഴിയാണ് കാണിക്കണം. മാപ്പിൽ നോക്കിയേ, മാപ്പിൽ കാണിച്ചത് കറക്റ്റാണ് നമ്മൾ നടക്കണത്. എല്ലാവരും പീരുമേട് പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത് കാറിൽ വന്നിട്ട് കുറേ ദൂരം അവിടെ ഇറങ്ങിയിട്ട് പോകും. ഞാൻ പറയാം, പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു 2 കിലോമീറ്റർ ഏകദേശം നടന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം എത്തി. വാ നമുക്ക് അവിടെ ഒരു മക്ബറ പോലത്തെ ഒരു സ്ഥലം ഉണ്ട്, നമുക്ക് നോക്കാം. ധാരാളം സിമെന്റ് ഒക്കെ കൊണ്ടുവന്ന് കല്ലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിപ്പോ അവിടെ എത്തി. പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇവിടെ 365 ദിവസം തണുപ്പെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് രാത്രി ആയിരിക്കണം. ഈ ഉച്ച ടൈമില് ചൂടില്ലേ? കോടയുണ്ട്. ശരിയേ? മുഹമ്മദ് വലിയുല്ലാഹി. ആ ഇത് തന്നെ പ്ലേസ്. മുസ്ലിം ജമാഅത്ത് 365 ദിവസവും തണുപ്പാണെന്ന് പറയുന്നത് ശരിയല്ല കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് തന്നെയാണ്. ആ 3 മണിക്ക് ശേഷം ഇല്ലെങ്കിൽ തണുപ്പില്ല, ചൂടാണ് ഭയങ്കര. അതല്ല ഇത്, പക്ഷെ അവര് പറഞ്ഞത് ഇപ്പൊ 365 ദിവസം ഫുള്ള് പറഞ്ഞുള്ളൂ.
ഏത് ടൈമാണെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോ ഈവനിങ്ങിലാവും. ഈവനിങ് മുതല് നമ്മള് ഇപ്പൊ വന്നിപ്പില്ല. രാത്രി ഇല്ലെങ്കിൽ രാവിലെ പറയും. രാത്രി ഓൾറെഡി ഉണ്ടാവും. രാത്രി ഓൾറെഡി ഉണ്ടാവും. തണുപ്പുണ്ടാവും. പിന്നെ മോർണിംഗും ഉണ്ടാവും. ഈ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാല് കഷ്ടപ്പെട്ടു പോയുള്ളൂ. കാരണം ഇത് കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഈ കത്തിക്കരിഞ്ഞു പോയ സ്ഥലങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു കോടയാണെന്ന്. ഓടെന്നുള്ളത് പിന്നെ ഇവിടെ കത്തിക്കണ്ട പോകണത്. അപ്പോ കാണാൻ ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, കുഴപ്പമില്ല. സീനറി ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഞങ്ങൾ വന്ന വഴികളൊക്കെ നല്ല രസമുണ്ട്. ഒരു കാടിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന ഒരു ഫീൽ തന്നെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്.